അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1457, സൂറത്തുൻ നഹൽ 60 മുതൽ 64 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. للذين لا يؤمنون بالآخرة مثل السوء ولله المثل الأعلى وهو العزيز الحكيم. ولو يؤاخذ الله الناس بظلمهم ما ترك عليها من دابة ولكن يؤخرهم إلى أجل مسمى فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون. ويجعلون لله ما يكرهون وتصف ألسنتهم الكذب أن لهم الحسنى لا جرم أن لهم النار وأنهم مفرطون. تالله لقد أرسلنا إلى أمم من قبلك فزين لهم الشيطان أعمالهم فهو وليهم اليوم ولهم عذاب أليم. وما أنزلنا عليك الكتاب إلا لتبين لهم الذي اختلفوا فيه وهدى ورحمة لقوم يؤمنون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. للذين لا يؤمنون بالآخرة, പരലോകം കൊണ്ട് വിശ്വസിക്കാത്തവർക്കുണ്ട് മസലു സൗഇ, ഹീനമായ അവസ്ഥ, ചീത്തയായ വിശേഷണങ്ങൾ അവർക്കുണ്ട്. വലില്ലാഹിൽ മസലുൽ അഅല, അല്ലാഹുവിനാകട്ടെ അത്യുന്നതമായിട്ടുള്ള അവസ്ഥയാണുള്ളത്. വഹുവൽ അസീസു, അവൻ പ്രതാപിയാണ്, അൽ ഹക്കീമു, യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാണ്. വലൗ യുആഖിദുല്ലാഹു അൻ-നാസ ബിളുൽമിഹിം, ജനങ്ങളെ അല്ലാഹു തആല അവരുടെ അക്രമം കാരണത്താൽ ശിക്ഷിച്ചിരുന്നു എങ്കിൽ, മാ തറക അലൈഹാ മിൻ ദാബത്തിൻ, ഭൂമുഖത്ത് ഒരു ജീവിയെയും അല്ലാഹു തആല ബാക്കി വെക്കുമായിരുന്നില്ല. വലാകിൻ, പക്ഷേ യുഅഖിറുഹും, അവരെ അല്ലാഹു പിന്തിക്കുന്നു, ഇലാ അജലിൻ മുസമ്മ, നിർണിതമായ ഒരു അവധി വരെ. ഫൈദാ ജാഅ അജലുഹും, അങ്ങനെ അവരുടെ നിർണിതമായ അവധി എത്തിയാൽ, ലാ യസ്തഖിറൂന സാഅ, ലവലേശം സമയത്തേക്ക് അവർ പിന്തുകയില്ല, വലാ യസ്തഖദിമൂൻ, മുന്തുകയും ഇല്ല. വയജഅലൂന ലില്ലാഹി, അല്ലാഹുവിന് അവർ നിശ്ചയിക്കുന്നു, മാ യക്റഹൂൻ, അവര് വെറുക്കുന്ന ചില കാര്യങ്ങളെ. വതസിഫു അൽസിനതുഹുൽ കദിബ്, അവരുടെ നാവ് കൊണ്ട് അവർ കള്ളം പറയുന്നു, അന്നലഹുമുൽ ഹുസ്ന, നിശ്ചയം അവർക്കാണ് മെച്ചപ്പെട്ട അവസ്ഥയുള്ളത് എന്ന്. ലാജറമ, സംശയമില്ല, അന്നലഹുമുന്നാർ, നിശ്ചയം അവർക്ക് നരകമുണ്ട്. അന്നഹും മുഫറത്തൂൻ, അവരാ നരകത്തിലേക്ക് മുന്നിലായി നയിക്കപ്പെടുന്നവരാണ്, മുമ്പിൽ നയിക്കപ്പെടുന്നവരാണ് അവർ. തല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം. ലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക, തങ്ങളുടെ മുമ്പുള്ള സമൂഹങ്ങളിലേക്ക് നിശ്ചയം നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ഫസയ്യന ലഹുമുശ് ശൈത്വാനു അഅ്മാലഹും, അങ്ങനെ പിശാച് അവരുടെ പ്രവർത്തനങ്ങളെ അവർക്ക് ഭംഗിയാക്കി കാണിച്ചു. ഫഹുവ വലിയുഹുമുൽ യൗം, അപ്പോൾ ഇന്ന് അവരുടെ രക്ഷാധികാരി പിശാചാണ്. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. വമാ അൻസൽനാ അലൈക്കൽ കിതാബ, തങ്ങളുടെ മേലിൽ നാം ഖുർആൻ അവതരിപ്പിച്ചിട്ടില്ല, ഇല്ലാ ലിതുബയ്യിന ലഹും, അവർക്ക് തങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാതെ. അല്ലദീ ഇഖ്തലഫൂ ഫീഹി, അവരേതൊരു കാര്യത്തിലാണോ തർക്കത്തിലായിരിക്കുന്നതെങ്കിൽ ആ വിഷയത്തിലുള്ള വിശദീകരണം അവർക്ക് നൽകാൻ വേണ്ടിയാണ് തങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിച്ചത്. വഹുദൻ, മാർഗദർശനമായിട്ടും, റഹ്മത്തൽ ലിഖൗമി യുഅ്മിനൂൻ, സത്യവിശ്വാസികൾക്ക് അനുഗ്രഹമായിട്ടുമാണ് ഖുർആനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നു. ഇവിടെ കഴിഞ്ഞ സൂക്തങ്ങളിൽ അല്ലാഹു തആല രേഖപ്പെടുത്തിയത്, പെൺകുഞ്ഞ് ജനിച്ചാൽ ആ പെൺകുഞ്ഞ് ഏറ്റവും വലിയൊരു ഭാരമായി കാണുന്ന ഒരു ശൈലിയും സ്വഭാവവും നിലനിർത്തി മുന്നോട്ട് പോയിരുന്ന ഒരു സമൂഹത്തിൽ
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനീ പ്രവർത്തനങ്ങളും സമുദ്ധാരണ ശൈലികളുമായി കടന്നു വന്നപ്പോ ആ ജനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലെടുത്ത നിലപാട് അങ്ങേയറ്റം ആക്ഷേപാർഹവും പ്രതിഷേധാർഹവുമായിട്ടുള്ള വളരെ മോശമായ നിലപാടാണ്. അതുകൊണ്ട് അള്ളാഹു പറയാണ്, ലില്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പരലോകം കൊണ്ട് വിശ്വസിക്കാത്ത ആളുകൾക്കുണ്ട് അൽ മസലുൽ അസൂ അൽ മസലു സൗഇ, ചീത്ത അവസ്ഥ അല്ലെങ്കിൽ ചീത്ത വിശേഷണം ഉണ്ട്. അവരുടെ വിശേഷണങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം അതൊന്നും ശരിയായ മാതൃകാപരമായ ഒരു ശൈലിയോ സ്വഭാവമോ അല്ല. കാരണം ജീവനോടെ പെൺകുട്ടികളെ കുഴിച്ചു മൂടുകയാണവർ. വാസ്തവത്തിൽ ഇവിടെ ലോകം നിലനിൽക്കാൻ സ്ത്രീകൾ ആവശ്യമുണ്ട്, പുരുഷന്മാരും ആവശ്യമുണ്ട്. അപ്പൊ എതിർലിംഗത്തിൽപ്പെടുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ജീവനോടെ കുഴിച്ചു മൂടുക എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യവാസം തന്നെ ഇവിടെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യപ്പെടാവുന്ന വിധത്തിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ബുദ്ധിശൂന്യതയാണ് വാസ്തവത്തിൽ അവർ കാണിക്കുന്നത്. അത് അവരുടെ ഒരു മോശമായ ശൈലിയും സ്വഭാവമാണ്. മറ്റൊന്ന്, അള്ളാഹുവിന് അവർ പങ്കാളികളെ സ്ഥാപിക്കുന്നു. അള്ളാഹു ആകുന്ന യജമാനൻ എല്ലാം സൃഷ്ടിച്ച് എല്ലാത്തിനും കഴിവുള്ള എല്ലാ ശക്തിയുമുള്ളവൻ. എന്നാൽ ഇവർ തന്നെ സ്വന്തം കൈകൊണ്ട് രൂപപ്പെടുത്തിയെടുക്കുന്ന സെയ്സാക്കുന്ന കല്ലുകൾ അത് ദൈവങ്ങളാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അവകളെ പൂജിക്കുകയും അള്ളാഹുവിനെ പോലെ അവകളെ കാണുകയും ചെയ്യുന്ന സ്ഥിതി അവർക്കുണ്ടാകുന്നു. ഇതിനേക്കാൾ മോശമായ സ്വഭാവം മറ്റെന്താണ്? അവ ഇങ്ങനെയുള്ള മോശമായ സ്വഭാവങ്ങളാണ് നിഷേധികൾക്കുള്ളത്. അതേസമയത്ത് വലില്ലാഹിൽ മസലുൽ അഅല, അള്ളാഹുവിന് ഏറ്റവും ഉന്നതമായ അത്യുന്നതമായ അവസ്ഥയാണ് അവന്റെ വിശേഷണങ്ങൾ. ആ വിശേഷണങ്ങളൊക്കെ വളരെ ഉന്നതമായിട്ടുള്ള വിശേഷണങ്ങളാണ് അള്ളാഹുവിന്റേത്. നോക്കൂ, ബഹുമാനപ്പെട്ട വ്യാഖ്യാതാക്കൾ ഇവിടെ വിശദീകരിക്കുന്നത് കാണാം. വലില്ലാഹിൽ മസലുൽ അഅല എന്ന് പറയുന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം സാവി തങ്ങൾ വിശദീകരിച്ചത് കാണാം. ഐഫ സിഫാത്തുല്ലാഹി അഅല സിഫാത്ത്, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഏറ്റവും ഉന്നതമായ വിശേഷണങ്ങളാണ്. സിഫാത്തുൽ കുഫാരി അഖസ്സുഹ, നിഷേധികളുടെ വിശേഷണങ്ങളാണെങ്കിലോ അവരുടെ സ്വഭാവങ്ങളാണെങ്കിലോ ഏറ്റവും താഴേക്കിടയിലുള്ളതും തല്ലിപ്പൊളിയായിട്ടുള്ളതുമായ സ്വഭാവമാണ്. എന്തുകൊണ്ടാണ് അവരുടെ സ്വഭാവം ചീത്തയാണ് എന്ന് പറയുന്നത്? ഹൈസു യൻസിബൂന ലില്ലാഹി മാ യക്റഹൂന ലി അൻഫുസിഹിം, അവർക്ക് അവർ വെറുക്കുന്ന സംഗതികൾ അവർ അള്ളാഹുവിന് എന്ത് ചെയ്യുന്നു? അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്നു. അപ്പൊ പെൺമക്കൾ അവർക്കുണ്ടാവുന്നത് അവർക്ക് ഇഷ്ടമല്ല, എന്നിട്ട് മലക്കുകൾ പടച്ചോന്റെ പെൺമക്കളാണ് എന്നവർ വാദിക്കുന്നു. അതേപോലെ ഇപ്പൊ അവരുടെ വീട്ടിൽ ഒരു ജോലിക്കാരനുണ്ടെങ്കിൽ ആ ജോലിക്കാരൻ അവരുടെ കൂടെ അവരുടെ അതേ പവറിൽ നിലകൊള്ളുന്നത് അവർ സഹിക്കുമോ? അവരിഷ്ടപ്പെടുമോ? ഒരിക്കലും അവർ ഇഷ്ടപ്പെടില്ല. ജോലിക്കാരൻ അവർ താഴ്ന്ന നിലയിൽ തന്നെയാണ് നിർത്തുക. എന്നാൽ എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിനോട് അവർ തന്നെ കൊത്തിയുണ്ടാക്കുന്ന ബിംബങ്ങളെ പ്രതിഷ്ഠകളെ അവർ സാമ്യപ്പെടുത്തുമ്പോൾ ഒരിക്കലും അവർക്ക് പോലും അവർ ഉൾക്കൊള്ളാത്ത സംഗതികൾ അള്ളാഹുവിന് സ്ഥാപിക്കുകയാണ്. ഏറ്റവും വലിയ ശ്രേഷ്ഠനും ഏറ്റവും വലിയ ഉന്നതനുമായിട്ടുള്ള നാഥനിലേക്ക് അവരാകുന്ന ഏറ്റവും നിസ്സാരരായ ആളുകളിലേക്ക് പോലും ചേർത്തു പറയാൻ അവർ ലജ്ജിക്കുന്ന അല്ലെങ്കിൽ മടിക്കുന്ന സംഗതികളെ അള്ളാഹുലേക്ക് ചേർത്ത് പറയുക എന്നതിനേക്കാളും അമാന്യമായിട്ടുള്ള ശൈലി മറ്റെന്താണുള്ളത്? അതാണ് അവരുടെ സ്വഭാവം അല്ലെങ്കിൽ വിശേഷണം വളരെ ചീത്തയാണ് എന്ന് അള്ളാഹു താല പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു ആണെങ്കിൽ മഅ കൗനിഹി മുനസ്സഹൻ അൻ സിഫാത്തിൽ ഹവാദിസി, സൃഷ്ടികളുടെ സ്വഭാവങ്ങളൊന്നും ഇല്ലാത്തവനാണ് അള്ളാഹു. സൃഷ്ടികളുടെ ശൈലിയിൽ നിന്ന് 100% അള്ളാഹു ഭിന്നനാണ്. ആ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സൃഷ്ടികളുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ചിലതിനെ ഷെയറുകാരാണ്, പങ്കാളികളാണ്, ശരീക്കാണ് എന്നൊക്കെ പറഞ്ഞ് കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുമ്പോൾ അവരെ അംഗീകരിക്കാത്തതും അവർക്കവരിഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങളെ അള്ളാഹുലേക്ക് വെച്ച് കെട്ടാൻ ശ്രമിക്കുന്ന തോന്നിയാസാണ് അവർ ചെയ്യുന്നത്. അള്ളാഹു ആവട്ടെ അതവരുടെ മോശമായ സ്വഭാവമാണ്. വലില്ലാഹിൽ മസലുൽ അഅല, അള്ളാഹു ആവട്ടെ അവന് ഉന്നതമായ സ്വഭാവമുണ്ട്, ഉന്നതമായ വിശേഷണമുണ്ട്. എന്താണ് അള്ളാഹുവിന് ഉന്നതമായ വിശേഷണം? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹു തആല മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹനുള്ളൂ എന്നതാണ്. ഇമാം ബൈളാവിയും അബൂ സുഊദ് റഹിമഹുല്ലാഹും ഒക്കെ അവരുടെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയത് കാണാം. വഹുവൽ വുജൂബുദ് ദാത്തി, അള്ളാഹു തആല സ്വയം നിലനിൽപ്പുള്ളവനാണ്. അള്ളാഹു തആല ഇല്ലാതിരിക്കുക എന്നൊരവസ്ഥ അതിവിടെ ഉണ്ടാകാൻ പാടില്ല.
കാരണം ഈ ലോകം നിലനിൽക്കുന്നുണ്ട്. ഈ ലോകത്തിന്റെ ഇന്ന് കാണുന്ന ഇത്രയും സ്മൂത്തായിട്ടുള്ള ഈ ഒരു ശൈലി അതിന്റെ പിന്നിൽ ഞങ്ങളാണ് പ്രവർത്തിച്ചത് എന്ന് ഒരു മൾട്ടിനാഷണൽ കമ്പനിയും അവകാശപ്പെടുന്നില്ല. എന്നാൽ ഈ ലോകത്തൊരു മുട്ടിസൂചി പോലും താനെ ഉണ്ടാകുന്നുമില്ല. അപ്പൊ പിന്നെ ഇതിന്റെ പിന്നിൽ ഒരു സംവിധായകൻ ഉണ്ടാവണം എന്നത് ഏതൊരു ബുദ്ധിയും സമ്മതിക്കുന്ന കാര്യമാണ്. എങ്കിൽ ആ ബുദ്ധി സമ്മതിക്കുന്ന സംവിധായകൻ ഞാനാണെന്ന് അല്ലാഹു തആല പറയുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വാജിബുൽ വജൂദാണ്, അഥവാ അവൻ ഉണ്ടായേ മതി, ഉള്ളവനായേ മതിയാവൂ. എന്നാൽ അവനെ ഉള്ളവനാവുക എന്ന് പറഞ്ഞത് അവനാരെങ്കിലും ഉണ്ടാക്കിയതാണെങ്കിൽ പിന്നെ ആ ഉണ്ടാക്കിയ ആൾ വേറെ വേണം, അയാളുണ്ടാക്കിയ ആൾ വേറെ വേണം. അങ്ങനെ പോകുമ്പോ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇത് അവസാനിക്കില്ല. അപ്പൊ ഇവിടെ റിസൾട്ട് ഉണ്ടാവൂല. അപ്പൊ ഇതിനൊരു എൻഡ് വേണം. ആ എൻഡ് എന്താണ്? അള്ളാഹു അനാദ്യനാണ്, അഥവാ അവൻ ഉണ്ടാക്കുക എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉണ്ടാവുക എന്നൊരവസ്ഥക്ക് യോജിച്ചവനല്ല. അവൻ ഉള്ളവനാണ്, ഉണ്ടായവനല്ല. ഉണ്ടായത് എന്ന് പറയുമ്പോൾ അതോടുകൂടെ എന്തു വന്നു? അതിന്റെ ഒരു ഇല്ലായ്മ എന്ന് പറയുന്നത് അവിടെ തന്നെ ഫീൽ ചെയ്യും, വാക്കും തന്നെ ഫീൽ ചെയ്യും. ഇപ്പൊ നമുക്കൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അന്നാണ് ജനിച്ചത്, അതിന്റെ മുമ്പ് നമ്മൾ ഇല്ല എന്നതിന്റെ അർത്ഥം. എന്നതുപോലൊരു ഇല്ലായ്മ അള്ളാഹുവിന് ഇല്ല. കാരണം ഇല്ലായ്മ ഉണ്ടെങ്കിൽ ആ ഇല്ലായ്മയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് അള്ളാഹുവിനെ കൊണ്ടുവന്നൊരു ശക്തി വേറെ വേണം. അങ്ങനത്തെ ഒരു ശക്തി വേണമെങ്കിൽ ആ ശക്തിക്ക് വേറെ ശക്തി വേണം. അങ്ങനെ പോകുമ്പോൾ സംഭവം ഉണ്ടാവില്ല. അപ്പോ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ ഉള്ളവനായ ഒരു ശക്തിയുടെ നിയന്ത്രണത്തിലും അവന്റെ സൃഷ്ടിപ്പിലുമാണ് ബാക്കിയുള്ളതെല്ലാം വരുന്നത് എന്ന് മനസ്സിലാക്കൽ ഒരു ശരാശരി ബോധമുള്ള മനുഷ്യന് നിർബന്ധമാണ്. അങ്ങനെ വരുമ്പോ അള്ളാഹു ഉള്ളവനാണ്, അവന്റെ അവൻ ഉള്ളവനായിരിക്കൽ നിർബന്ധവുമാണ്. അതോടൊപ്പം വൽ ഗനിയുൽ മുത്ലഖു, അവൻ നിരുപാധികം നിരാശ്രയനാണ്. ആരിലേക്കും ഒരു വിഷയത്തിലും ഒരു നിലക്കുള്ള ആശ്രയവും അള്ളാഹുവിനില്ല. പടച്ചവൻ അവനുദ്ദേശിക്കുന്ന സംഗതികൾ നടപ്പാക്കാനും ചെയ്യാനും അവന് ആരുടെയും ആശ്രയം ആവശ്യമില്ല. അതേസമയത്ത് അല്ലാഹു തആല കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്നൊരു നിലപാട് അവന്റേതായ ഔദാര്യം കൊണ്ട് തീരുമാനിക്കുകയും നടപ്പാക്കുകയും ചെയ്തതാണ്. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ ജൂദുൽ ഫായിഖ് വൻ നസാഹത്തു അൻ സിഫാത്തിൽ മഖ്ലൂഖീൻ, അല്ലാഹു തആല ഏറ്റവും ഉന്നതമായ ദയയും അതേപോലെ ആളുകൾക്ക് ഔദാര്യവും നൽകിക്കൊണ്ടിരിക്കുന്നവനാണ്. അവന്റെ ഔദാര്യം കൊണ്ടാണ് തിരിച്ച് പ്രത്യുപകാരമൊന്നും പ്രതീക്ഷിക്കാതെ അനുഗ്രഹം ചെയ്യുക എന്നത് പടച്ചവൻ മാത്രം ചെയ്യുന്നതാണ്. അതേപോലെ സൃഷ്ടികളുടെ സ്വഭാവങ്ങളോ അല്ലെങ്കിൽ പരിമിതികളോ ഒന്നും തന്നെ അള്ളാഹുവിനില്ല. ആ നിലക്കുള്ള അള്ളാഹുവിനിലേക്കാണ് അവരെന്ത് ചെയ്യുന്നത്? അവരുടെ സാധാരണ സൃഷ്ടികളുടേതായിട്ടുള്ള കുറെ ആളുകൾ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നത്. ഇത് അങ്ങേയറ്റം മോശമായ അവരുടെ സ്വഭാവമാണ്. അതാണ് ലില്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറത്തി, പരലോകം കൊണ്ട് വിശ്വസിക്കാത്തവർക്കുണ്ട് മസലു സൗഇ, ചീത്ത സ്വഭാവമുണ്ട്. വലില്ലാഹിൽ മസലുൽ അഅ്ല, അള്ളാഹുവിനൊട്ട് അത്യുന്നതമായ സ്വഭാവവുമുണ്ട്, വിശേഷണവുമുണ്ട്. കാരണം വഹുവൽ അസീസു, അവൻ തീരുമാനങ്ങൾ നടപ്പാക്കാൻ പ്രതാപിയാണ്. അൽ ഹക്കീം, യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാണ്. വലൗ യുആഖിദുല്ലാഹു അൻ-നാസ ബിദുൽമിഹിം, ജനങ്ങളെ അവരുടെ അക്രമം കാരണത്താൽ അല്ലാഹു തആല ശിക്ഷിച്ചിരുന്നുവെങ്കിൽ, അതായത് ഒരാൾ എന്തെങ്കിലും ഒരു വേണ്ടാത്തരം ചെയ്താൽ ഉടനെ അവനെതിരെ ആക്ഷൻ എടുക്കുക എന്ന നിലപാട് അല്ലാഹു തആല സ്വീകരിച്ചിരുന്നുവെങ്കിൽ, മാതറക അലൈഹ, ഈ ഭൂമുഖത്ത് അവൻ ഉപേക്ഷിക്കുമായിരുന്നില്ല, വെച്ചേക്കുമായിരുന്നില്ല മിൻ ദാബത്തിൻ, ഒരു ജീവിയെയും. എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ തോന്നിയാസവും തെറ്റും കാരണത്താൽ, അവർക്ക് വേണ്ടിയാണല്ലോ അള്ളാഹു ലോകത്ത് മറ്റെല്ലാത്തിനെയും പടച്ചത്. അതുകൊണ്ട് അവരെ നശിപ്പിക്കാൻ അള്ളാഹു തീരുമാനിച്ച പിന്നെ ബാക്കിയുള്ളവരാവശ്യമൊന്നും ഇവിടെ അല്ല. അതുകൊണ്ട് ആരും ഇവിടെ ഉണ്ടാവുകയായിരുന്നില്ല. ഇവിടെ എല്ലാവരും ഉണ്ടായതെന്തുകൊണ്ടാ? വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ, ഒരു നിർണിതമായ അവധി വരെ അള്ളാഹു തആല പിന്തിക്കുകയാണ്. തെറ്റ് ചെയ്തതിന് അപ്പം തന്നെ അള്ളാഹു തആല ആക്ഷൻ എടുക്കുന്നില്ല. ഇതൊരു ചോദ്യത്തിന്റെ മറുപടിയാണ്. അള്ളാഹു ഇത്രക്ക ഉന്നത സ്വഭാവമുള്ളവനും ഈ കാഫിരീങ്ങൾ നിഷേധികൾ വളരെ മോശമാണെങ്കിൽ പിന്നെ എന്തേ അവരെ ശിക്ഷിക്കാത്തത്? അതിന്റെ മറുപടിയാണ്, അവർക്ക് അള്ളാഹു തആല വീണ്ടും വിചാരത്തിനുള്ള അവസരവും സാവകാശവും വീണ്ടും വീണ്ടും നൽകുകയാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഒരു നിർണീത അവധി അള്ളാഹു വെച്ചിട്ടുണ്ട്. അതുവരെ അള്ളാഹു അവർക്ക് സാവകാശം നൽകും. ഫൈദാ ജാ അജലുഹും, അങ്ങനെ അവരുടെ അവധിയെത്തിയാൽ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ, ഒരു നാഴിക സമയത്തേക്ക് പോലും അവർ മുന്തുകയോ പിന്തുകയോ ചെയ്യില്ല. അതായത് നിർണിതമായ അവധിക്ക് മുമ്പ് മരിക്കാൻ തീരുമാനിച്ചാൽ അതും നടക്കില്ല. നിർണിത അവധി കഴിഞ്ഞ ശേഷം ഒരല്പസമയത്തേക്കെങ്കിലും മരണത്തെ
നീട്ടിവെക്കാൻ ശ്രമിച്ചാൽ അതും നടക്കില്ല. എക്സാക്ട് ടൈമിൽ തന്നെ മരണം നടക്കുമെന്നർത്ഥം. വയജഅലൂന ലില്ലാഹി, അള്ളാഹുവിന് അവർ നിശ്ചയിക്കുന്നു മാ യക്റഹൂൻ, അവര് വെറുക്കുന്നതിനെ. പെൺമക്കൾ ഉണ്ടാവുന്നത് അവർക്ക് ഇഷ്ടമല്ല, പക്ഷെ അള്ളാഹ്ക്ക് പെൺമക്കളുണ്ടെന്ന് അവർ പറയുന്നു. അവരുടെ അടിമകൾ അവരുടെ അതേ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത് അവർക്ക് ഇഷ്ടമല്ല. എന്നാൽ അള്ളാഹു ആവുന്ന യജമാനനിലേക്ക് അവന്റെ പടപ്പുകളെ തന്നെ അവർ പങ്കാളികളാക്കിയിട്ട് ചേർക്കുന്നു. ഇതൊക്കെ അവർക്ക് വെറുക്കുന്ന സംഗതി അള്ളാഹുവിലേക്ക് അവർ ചേർത്ത് പറഞ്ഞതാണ്. തസിഫു അൽസിനത്തുഹുമുൽ കദിബ അന്ന ലഹുമുൽ ഹുസ്ന, അവരുടെ നാവ് കൊണ്ട് അവർ കള്ളം പറയുന്നു. എന്ത്? അവർക്കാണ് ഉന്നതമായ നിലപാടുള്ളത് എന്ന്. അതായത് ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നിഷേധം കൊണ്ട് നടക്കുന്ന ഈ ആളുകൾ അവര് അവകാശപ്പെടും ആളുകളുടെ മുന്നിൽ എന്ത്? ഞങ്ങളിവിടെ ഉന്നതമായ അവസ്ഥയിൽ ജീവിക്കുകയാണ്. വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളൊന്നും കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ ദരിദ്രന്മാരായി കഷ്ടത അനുഭവിച്ച് കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങൾക്ക് ഈ പവറും അതേപോലെ തന്നെ മേധാവിത്വവും ഒക്കെ ഉണ്ടായത് ഞങ്ങളുടെ കഴിവും അതേപോലെ തന്നെ ഞങ്ങളുടെ യോഗ്യതയും കൊണ്ടാണ്. പരലോകം മരിച്ചതിന് ശേഷം അങ്ങനെ പുനർജന്മം ഉണ്ടാകും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇനി അഥവാ അങ്ങനെ ഒരു ലോകമുണ്ടെങ്കിൽ അവിടെയും ആദ്യവർഗം ഞങ്ങൾക്ക് തന്നെയായിരിക്കും അവിടെ പവർ എന്നവരെന്ത് ചെയ്തു എന്ന് വാദിച്ചു. അതിനെപ്പറ്റി അള്ളാഹു പറയണത് വതസിഫു അൽസിനത്തുഹുമുൽ കദിബ, അവരുടെ നാവ് കൊണ്ട് അവർ കള്ളം പറഞ്ഞു. എന്ത്? അന്ന ലഹുമുൽ ഹുസ്ന, അവർക്കാണ് മെച്ചപ്പെട്ട അവസ്ഥ എന്ന്. ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിലടക്കം വിശദീകരിച്ചത് കാണാം. എന്ത്? വലയുറുദിത്തു ഇലാ റബ്ബി, ഒരു രണ്ടാളുകൾ തോട്ടത്തിൽ കടന്ന് സംഭാഷണം നടത്തുന്ന കൂട്ടത്തിൽ നിഷേധിയായിട്ടുള്ള ആള് പറയല്ലേ, വലയുറുദിത്തു ഇലാ റബ്ബി, പരലോകത്ത് എന്റെ നാഥനിലേക്ക് ഞാൻ മടക്കപ്പെട്ടാൽ, മടക്കപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല, ഇനി അഥവാ മടക്കപ്പെടുകയാണെങ്കിൽ ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബാ, അവിടെയും ഏറ്റവും മെച്ചപ്പെട്ട ഉത്തമമായ അവസ്ഥയായിരിക്കും എനിക്കുണ്ടാവുക. കാരണം ഞാൻ എന്റെ പവർ കൊണ്ടാണ് എനിക്കിതൊക്കെ കിട്ടിയത്. അപ്പൊ പരലോകം ഉണ്ട് എന്നൊരു സംഗതി വന്നാൽ അവിടെയും ഞങ്ങൾ ഉന്നതന്മാരായിരിക്കും എന്ന കളവ് അവർ സ്വയമേവ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. ആ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കളവിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവരവരുടെ കളവ് കൊണ്ട് അവരുടെ നാവ് കൊണ്ട് എന്ത് ചെയ്യുന്നു? കളവ് പറയുന്നു. അന്ന ലഹുമുൽ ഹുസ്ന, അവർക്കാണ് ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയുള്ളതെന്ന്. എന്നാൽ ലാ ജറമ, സംശയമില്ല, അന്ന ലഹുമുന്നാർ, നിശ്ചയം അവർക്ക് നരകമാണുള്ളത്. വഅന്നഹും മുഫറത്തൂൻ, അവരാ നരകത്തിലേക്ക് മുമ്പിൽ നയിക്കപ്പെടുന്നവരാണ്. ആ നരകത്തിലേക്ക് എത്തേണ്ട കൃത്യമായ ടൈമിൽ അവരെ എത്തിക്കാൻ വേണ്ട ഏർപ്പാട് അല്ലാഹു തആല ചെയ്യുന്നുണ്ട്. പരലോകത്ത് വരുമ്പോൾ അവർക്ക് അംഗീകാരമില്ല. ഇവിടെ പരീക്ഷണാടിസ്ഥാനത്തിലാണ് അല്ലാഹു തആല അവർക്ക് ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത്. ആ സൗകര്യങ്ങളുടെ ഗുണഫലങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവിന് നന്ദി ചെയ്യുന്നതിന് പകരം നന്ദികേട് കാണിച്ചതിന്റെ ദുരന്തം പാരത്രിക ജീവിതത്തിലാണ് അവർ അനുഭവിക്കാൻ പോകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, തല്ലാഹി, അള്ളാഹുവിനെ തന്നെ സത്യം, ലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക, നബിയെ തങ്ങളുടെ മുമ്പുള്ള സമൂഹങ്ങളിലേക്ക് നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്നിട്ടോ ഫസയ്യന ലഹുമുശ് ശൈത്താനു അഅമാലഹും, ആ പ്രവാചകന്മാരെ നിയോഗിക്കപ്പെട്ട ജനങ്ങൾക്ക് പിശാച് അവരുടെ പ്രവർത്തനങ്ങളെ ഭംഗിയാക്കി കാണിച്ചു കൊടുത്തു. അഥവാ പ്രവാചകന്മാരുടെ ഉത്ബോധനങ്ങൾ സ്വീകരിക്കാനോ അവരുടെ അധ്യാപനങ്ങളെ ജീവിതത്തിൽ പകർത്താനോ ജനങ്ങൾ തയ്യാറായില്ല. അതിനു പകരം പ്രവാചകന്മാരെ എതിർത്തുന്ന രീതി സ്വീകരിച്ചു. പ്രവാചകന്മാരെ നിഷേധിക്കുന്ന സ്വഭാവം കൊണ്ട് നടന്നു. അതന്നെയാണ് വേണ്ടതെന്ന് പിശാച് അവർക്ക് ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുത്തു. ഫഹുവലിയുഹുമുല്യവും, അതുകൊണ്ട് ഇന്ന് അവരുടെ രക്ഷാധികാരി പിശാചാണ്. അഥവാ പിശാചിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. പക്ഷെ പരലോകത്തെത്തുമ്പോൾ ആ പിശാച് അവരെ സഹായിക്കാനുണ്ടാവില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടാകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങളുടെ ഉമ്മത്തിന്റെ നിഷേധത്തിൽ തങ്ങൾ വല്ലാതെ വേദനിക്കേണ്ടതില്ല. ഇത് മുൻകാലങ്ങളിലും പ്രവാചകന്മാരുടെ അനുയായികളാൽ പ്രവാചകന്മാർ നിരാകരിക്കപ്പെട്ടിട്ടുണ്ട്, നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രവാചകന്മാർ അവരുടെ ദൌത്യം പ്രബോധനം ചെയ്യുക എന്നതാണ്. അതവർ നിർവഹിച്ച് മുന്നോട്ട് പോയിട്ടുമുണ്ട്. തങ്ങളും അതേ നിലപാട് തുടർന്നാൽ മതി എന്നർത്ഥം. വമാ അൻസൽനാ അലൈക്കൽ കിതാബ, തങ്ങളുടെ പേരിൽ നാം ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത് ഇല്ലാ ലിതുബയ്യിന ലഹും, അവർക്ക് തങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അല്ലദീ ഇഖ്തലഫൂ ഫീഹി, അവർ തർക്കത്തിലായിരിക്കുന്ന വിഷയം എന്തിലൊക്കെയാണോ അവർ തർക്കത്തിലുള്ളത് ആ തർക്കത്തിലിരിക്കുന്ന വിഷയത്തിനെല്ലാം തന്നെ കൃത്യമായ വിശദീകരണം തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് ഗ്രന്ഥം ഖുർആൻ അല്ലാഹു തആല അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ഖുർആൻ അവതരിപ്പിച്ചതുകൊണ്ട് ദീനിന്റെ കാര്യങ്ങളിൽ തർക്കത്തിലുള്ള എല്ലാ വിഷയത്തിനുമുള്ള പരിഹാരം അല്ലാഹു അതിലൂടെ തങ്ങൾക്ക് നൽകുന്നു. അത് തങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം.
അതോടൊപ്പം തന്നെ വഹുദൻ മാർഗദർശനം കാണിക്കുന്നതും അതേപോലെ വറഹ്മത്തൻ കാരുണ്യവുമായിട്ടാണ് ഖുർആൻ അവതരിപ്പിച്ചത്. ലിഖൗമിൻ യുഅ്മിനൂൻ സത്യവിശ്വാസികളായ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ സ്വഭാവത്തിൽ മുന്നോട്ടു പോകുന്ന നല്ലവരായ ആളുകൾക്ക് അവരുടെ ജീവിതം സുഖകരമായ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമുള്ള എല്ലാതും ഖുർആനിലുണ്ട്. ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും ആവശ്യത്തിനനുസരിച്ച് ഖുർആനിലുണ്ട്. നിഷേധികളായിട്ടുള്ള ആളുകളുടെ മുന്നിലും ഇങ്ങനെയൊക്കെയാണ് ശരിയും സത്യവും, ഇതാണ് വിഷയത്തിന്റെ നിജസ്ഥിതി എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സംവിധാനവും സമീപനവും ഖുർആനിലുണ്ട്. എന്നാൽ ആ സംവിധാനങ്ങളൊന്നും സ്വീകരിക്കാതെ നിഷേധവുമായിട്ട് മുന്നോട്ടു പോകുന്നവർ അവർക്ക് അർഹമായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് തങ്ങളുടെ പ്രബോധന വീതിയിൽ സജീവമായി മുന്നോട്ടു പോവുകയും അവരുടെ ഈ നിഷേധങ്ങളെ ക്ഷമയോടുകൂടെ കൈകാര്യം ചെയ്യുക എന്നാണ് അള്ളാഹു ഉണർത്തുന്നത്. അള്ളാഹു നമ്മെ നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.